ബാർക്കോഴ കേസിൽ താൻ നൽകിയ റിപ്പോർട്ടല്ല കോടതിയിൽ സമർപ്പിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന SP R സുകേശൻ വിജിലൻസ് ഡയറക്ടറായിരുന്ന ശങ്കർ റെഡ്ഡി റിപ്പോർട്ട് തയ്യാറാക്കി നൽകുകയായിരുന്നു. ഈ റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചതെന്നും സുകേശൻ കേസ് ഡയറിയിൽ തിരുത്തൽ വേണമെന്ന് ശങ്കർ റെഡ്ഡി ആവശ്യപ്പെട്ടെന്നും മൊഴി. വിശദാംശങ്ങളുമായി ജീവൻ കുമാർ ചേരുന്നു. ജീവൻ, ഏറെ നിർണായകമായ ഒരു കേസിന്റെ ചലനങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ്. ഇപ്പോൾ സുകേശന്റെ ഏറ്റവും പുതിയ മൊഴി പുറത്തു വരുമ്പോൾ ശങ്കർ റെഡ്ഡിയുടെ കരങ്ങൾ അത് ശരിയില്ല, തെറ്റായ രീതിയിൽ പ്രവർത്തിച്ചു എന്ന രീതിയിലേക്കാണോ വരുന്നത്? ഇതിന് ആധാരമായ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രജീഷ് കൈപ്പള്ളി, തികച്ചും ഗുരുതരമായ ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തുന്ന ഒരു റിപ്പോർട്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് ഇന്ന് രാവിലെയോടുകൂടി വിജിലൻസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ CI ജ്യോതികുമാർ ഹാജരാക്കിയിരിക്കുന്നത് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ. എന്നാൽ ഈ റിപ്പോർട്ടിൻ്റെ കൺക്ലൂഷനായി പറഞ്ഞിരിക്കുന്നത് ശങ്കർ റെഡ്ഡിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ മതിയായ തെളിവുകളില്ല എന്നതാണ്. എന്നാൽ തികച്ചും വൈരുദ്ധ്യം നിറഞ്ഞതാണ് ഇതിൻ്റെ കണ്ടെത്തലുകൾ എന്നതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്നത്. ഈ റിപ്പോർട്ടിലെ 69 പേജുകളുള്ള ഈ റിപ്പോർട്ടിലെ 15ാമത്തെ പേജിലാണ് ശങ്കർ റെഡ്ഡിക്കെതിരായി പരാമർശമുള്ളത്. പ്രജീഷ്, ഞാനത് പ്രേക്ഷകർക്ക് വേണ്ടി വായിക്കാം. 23/1/2016 CD ഫയൽ ഉൾപ്പെടെയുള്ള എല്ലാ റെക്കോർഡുകളും ഞാൻ ഡയറക്ടറേറ്റിൽ എത്തിച്ചിരുന്നു. 25/1/2016 അദ്ദേഹം വിളിച്ചതനുസരിച്ച് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. പ്രജീഷ്, ആ തീയതികൾ ശ്രദ്ധിക്കണം. 23/1/2016 താൻ കണ്ടു എന്ന് പറയുന്നത് ജനുവരി മാസം 23-ാം തീയതിയാണ് 2016. അതിൻ്റെ പിറ്റേ ദിവസം, അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം ആണ്, അതായത് 25-ാം തീയതി, ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസമാണ് അദ്ദേഹം വിളിച്ചതനുസരിച്ച് സുകേശൻ ശങ്കർ റെഡ്ഡിയെ പോയി കണ്ടു. മുമ്പ് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത് പോലെയുള്ള ഫൈനൽ റിപ്പോർട്ടിന് അനുസരണമായ അന്വേഷണങ്ങളല്ല കേസ് ഡയറിയിൽ രേഖപ്പെടുത്തിയിരുന്നത് എന്ന് സുകേശൻ ജ്യോതികുമാർ എന്ന സർക്കിൾ ഇൻസ്പെക്ടറിന് മൊഴി നൽകിയിരിക്കുന്നു. 12/1/2016 CD-യിൽ അദ്ദേഹം സ്ക്രൂട്ടണി നോട്ടിന്റെ വിവരങ്ങളും മുമ്പ് 11/1/2016 അദ്ദേഹം ആവശ്യപ്പെട്ട ക്ലാരിഫിക്കേഷന്റെ വിവരങ്ങളും കൂടി ഉൾപ്പെടുത്തി എഴുതണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ 13/1/2016 CD-യിൽ അന്തിമ റിപ്പോർട്ടിന്റെ വിവരം കൂടി ചേർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മുമ്പ് പറഞ്ഞതുപോലെയുള്ള സ്ക്രൂട്ടണി നോട്ടിലും ഫൈനൽ റിപ്പോർട്ടിലുമുള്ള കണ്ടെത്തലുകൾക്ക് യോജിക്കുന്ന രീതിയിലുള്ള എൻ്റെ അന്വേഷണ CD-കൾ എഴുതണമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റ് 2 കാര്യങ്ങൾ ചെയ്യാമെന്നും എൻ്റെ അന്വേഷണ CD-യിൽ എൻ്റെ കണ്ടെത്തലുകൾ മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നും ഞാൻ തിരിച്ചു പറഞ്ഞു. അതായത് സുകേശൻ തിരിച്ച് ശങ്കർ റെഡ്ഡിയോട് പറഞ്ഞു. അദ്ദേഹം തയ്യാറാക്കിയ സ്ക്രൂട്ടണി നോട്ടിലും അന്തിമ റിപ്പോർട്ടിലും പ്രതിഫലിച്ചിരുന്നത് എൻ്റെ അന്വേഷണ കണ്ടെത്തലുകൾക്ക് വിരുദ്ധമായ കാര്യങ്ങളുമായിരുന്നു. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഉള്ളത്. പ്രജീഷ്, ഇവർ രണ്ടും ഈ അവസരത്തിൽ DYSP-മാരായ അജിത്തും വിനോദും ഇവിടെ നിന്ന് സ്ഥലം മാറി റിലീവ് ചെയ്ത് പോകുന്നതിന് അനുവാദം ചോദിച്ചുകൊണ്ട് അവർ രണ്ടുപേരും ഡയറക്ടറെ പോയി കണ്ടു. ഈ കേസിൻ്റെ കാര്യത്തെപ്പറ്റി ദേഷ്യപ്പെട്ട് അവരോട് ശങ്കർ റെഡ്ഡി തുടർന്ന് സംസാരിച്ചു. ഈ കേസിലെ അമ്പിളി എന്ന സാക്ഷി ഏതോ പോലീസ് ഉദ്യോഗസ്ഥന്റെ ബുദ്ധിയിൽ കൂടി ഉണ്ടാക്കിയതാണെന്നും കൂടാതെ ബിജു രമേശ് ഹാജരാക്കിയ റെക്കോർഡിംഗ് ഡിവൈസിൽ എന്നെക്കുറിച്ച് ബിജു മറ്റൊരു യോഗത്തിൽ പറയുന്ന സംഭാഷണം അവരെ ഇട്ട് കേൾപ്പിക്കുകയും ചെയ്തു. എനിക്ക് ബിജുവുമായി ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന രീതിയിൽ DYSP-മാരോട് സംസാരിക്കുകയും ചെയ്തു. പ്രജീഷ്, 15ാമത്തെ പാരഗ്രാഫ് തികച്ചും ഗുരുതരമായ ആരോപണങ്ങൾ വിജിലൻസ് SP R സുകേശൻ ശങ്കർ റെഡ്ഡിക്കെതിരെ നടത്തിയിരിക്കുന്നു. ആ ഭാഗം ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ഒരിക്കൽ കൂടി വായിക്കാം. എൻ്റെ കണ്ടെത്തലുകൾക്ക് വിരുദ്ധമായ റിപ്പോർട്ടാണ് ശങ്കർ റെഡ്ഡി തയ്യാറാക്കിയിരിക്കുന്നത്. സ്ക്രൂട്ടണി നോട്ടിലും അന്തിമ റിപ്പോർട്ടിലും പ്രതിഫലിച്ചത് എൻ്റെ കേസ് ഡയറി CD, അതായത് കേസ് ഡയറിയിൽ എൻ്റെ കണ്ടെത്തലുകൾക്ക് വിരുദ്ധമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ ശങ്കർ റെഡ്ഡി ആവശ്യപ്പെട്ടിരുന്നു. ശങ്കർ റെഡ്ഡിക്കെതിരെ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനായ വിജിലൻസ് SP R സുകേശൻ മൊഴി നൽകിയിരിക്കുന്നു. ഈ മൊഴി അവഗണിച്ചുകൊണ്ടാണ് ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ജ്യോതികുമാർ ശങ്കർ റെഡ്ഡിക്കെതിരെ തെളിവുകളില്ല എന്ന പേരിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വൈരുദ്ധ്യം. ഒരു കാര്യം ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ പറയേണ്ടതായി വരും. CRPC 36, CRPC 156 പ്രകാരം മേലുദ്യോഗസ്ഥന് ഏത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കേസ് ഡയറിയിലും അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ ഇടപെടാനുള്ള അധികാരമുണ്ടെന്നിരിക്കെ, അതിൻ്റെ ലീഗൽ വശം ഉണ്ടെന്നിരിക്കെ അത് മറികടന്നുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കേസ് ഡയറിയിലേക്ക് മേലുദ്യോഗസ്ഥനായ
ശങ്കർ റെഡ്ഡി ഇടപെട്ട് തിരുത്തൽ നടത്താൻ തീരുമാനിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിന് കീഴുദ്യോഗസ്ഥനായ സുകേശൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ആ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ശങ്കർ റെഡ്ഡിക്കെതിരായ ഗൂഢാലോചന തെളിയിക്കപ്പെടേണ്ടതായിരുന്നു. എന്നാൽ ദൗർഭാഗ്യവശാൽ വിജിലൻസ് ഇന്ന് ഇതിന് ക്രമവിരുദ്ധമായ റിപ്പോർട്ടാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നൽകിയിരിക്കുന്നത്. ശങ്കർ റെഡ്ഡിക്കെതിരെ കുരുക്ക് മുറുകുന്നു എന്നതാണ് ഇത് ഈ റിപ്പോർട്ടിൽ നിന്നും നമുക്ക് ഗ്രാഹ്യമായിരിക്കുന്നത്. അതായത് ജീവൻ ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാരണം ഈ വളരെ സുപ്രധാനമായ ഒരു കേസിൽ പലപ്പോഴായി ശങ്കർ റെഡ്ഡിക്കെതിരെ ആരോപണങ്ങൾ വരുന്നു. ആ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട തലത്തിലൊക്കെ ഒരുപക്ഷെ ഈ പറയുന്ന സുകേശനും ഈ വാദിയുമായിട്ടുള്ള ബിജു രമേശ് ഇവർ തമ്മിലുള്ള ഒരു ഗൂഢാലോചന എന്ന തരത്തിലേക്കൊക്കെ തന്നെ ചിത്രീകരിക്കാൻ ശ്രമം നടന്നു. ഇതിപ്പോൾ രേഖാമൂലം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിക്ക് മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇക്കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇതിന് എത്രത്തോളം സാങ്ക്ടിറ്റി, എത്രത്തോളം ക്രെഡിബിലിറ്റി വരുന്നു, ആ രീതിയിലേക്ക് തലങ്ങൾ മാറുകയാണ്. കാരണം 15ാമത്തെ പേജിൽ വളരെ സുപ്രധാനമായി അടിവരയിടുന്ന ഒരു സാക്ഷ്യമാണ് ജീവൻ വായിച്ചത്. കാരണം ഒരു ഉദ്യോഗസ്ഥൻ പറയുകയാണ്, കാരണം ഇടപെടൽ നടന്നിട്ടുണ്ട്, ഇടപെടൽ ഏതൊക്കെ തലങ്ങളിലായിരുന്നു എന്ന് പോലും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ സുകേശന്റെ കണ്ടെത്തലുകൾ, ഈ കേസിന്റെ നാൾവഴികളൊക്കെ പരിശോധിക്കുമ്പോൾ ഉയർന്ന ആരോപണങ്ങളൊക്കെ ഇപ്പോഴും ശരിവെക്കുന്ന തരത്തിലേക്ക് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇക്കാര്യം സമർപ്പിക്കുമ്പോൾ പ്രജീഷ്, തികച്ചും ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉള്ള ഒരു റിപ്പോർട്ടിൽ എങ്ങനെയാണ് ശങ്കർ റെഡ്ഡിയെ പ്രതിയാക്കാതിരിക്കുക എന്ന വലിയ ചോദ്യം തീർച്ചയായും വിജിലൻസിന്റെ മുമ്പിൽ ഉണ്ട്. വിജിലൻസ് അതിന് മറുപടി പറയേണ്ടതായി വരും. അടുത്ത 7-ാം തീയതി, ഫെബ്രുവരി 7-ാം തീയതി കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫൈൻഡിങ് സുകേശൻ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഗൂഢാലോചന ഈ കാര്യത്തിൽ മണക്കാതിരുന്നത് എന്ന് തീർച്ചയായും പി സി ജോർജ് ടെലിഫോൺ ലൈനിൽ ചേർന്നു. പി സി, അതായത് ഈ കേസിൽ, ഈ സംഭവത്തിൽ ശങ്കർ റെഡ്ഡിയുടെ ഇടപെടൽ സംബന്ധിച്ച് കൂടുതൽ ഈ തെളിവുകൾ മാസങ്ങൾ, ഒരുപക്ഷെ വർഷങ്ങളോളം ആകുമ്പോഴും ഓരോന്നായി പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ സുകേശന്റെ റിപ്പോർട്ടിന്മേൽ ഒരു മേലുദ്യോഗസ്ഥന്റെ ഇടപെടൽ, ശങ്കർ റെഡ്ഡിയുടെ ഇടപെടൽ ഒരുപക്ഷെ ക്ലീശയായിരിക്കും, താങ്കളെ സംബന്ധിച്ചിടത്തോളമൊക്കെ പറഞ്ഞ് പഴകിയ വാചകങ്ങളാണെങ്കിൽ കൂടിയും ഇന്നിപ്പോൾ സുകേശൻ വീണ്ടും ഇടുകയാണ് ശങ്കർ റെഡ്ഡിയുടെ ഇടപെടൽ സംബന്ധിച്ച്. താങ്കൾ എങ്ങനെ കാണുന്നു സാഹചര്യങ്ങളെ? പി സി കേട്ടോ, ഇത് നേരത്തെ വളരെ വ്യക്തമായിട്ട് പത്രസമ്മേളനം നടത്തി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ശങ്കർ റെഡ്ഡി എന്ന കേസ് ഇല്ലാതാക്കാൻ വേണ്ടി UDA ഗവൺമെന്റ് വെച്ച ഉദ്യോഗസ്ഥന് അതിന് സുകേശനെ ഭീഷണിപ്പെടുത്തി സുകേശൻ കൊടുത്ത റിപ്പോർട്ട് പോലെ അയാളുടെ സൗകര്യം പോലെ തിരുത്തി അയാൾ കൊടുത്തതാണ്. ഇത് ആർക്കറിയാം? കേരള സംസ്ഥാനത്ത് ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. എന്റെ അഭിപ്രായത്തിൽ വിജിലൻസിൽ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥരായി സുകേശൻ അങ്ങനെ കരാശ് ചെയ്ത് നശിപ്പിക്കാനുള്ള ഗൂഢശ്രമം എല്ലാം കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഉള്ള നമ്മുടെ DGP പോലും എനിക്ക് വിശ്വാസം കുറവാണ്, ഒളിച്ചു വെക്കാതെ പറയുക. കാരണം ഈ ബാർ കേസിൽ ഇതുവരെ കറക്റ്റായിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഇതിനകത്ത് ഒളിച്ചു കളിക്കണമെന്ന് എനിക്ക് സംശയമുണ്ട്. ക്ഷമിക്കണം, എന്റെ അയൽവാസിയാണ്, എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം പോലും ഈ ബാർ കേസിനോട് നീതി കാണിക്കുന്നുണ്ടോ ഒന്ന് ആലോചിക്കണം. അത് എന്തുകൊണ്ടായിരിക്കും പി സി? അത് എന്തുകൊണ്ടായിരിക്കും? താങ്കൾ പറഞ്ഞാലും എന്തുകൊണ്ടായിരിക്കും ഞാൻ ഇച്ചിരി കഴിഞ്ഞ് പറയാം. എന്താന്ന് വെച്ചാൽ പറയുന്നത് ശരിയാവണ്ടേ. ഞാൻ അത് വളരെ വിശദമായി അല്ലല്ല നമുക്ക് പറഞ്ഞു പോകുന്നതല്ലേ നല്ലത്. കാരണം എന്തുകൊണ്ടാണ് ഒരു പക്ഷേ താങ്കൾ പോലും വിശ്വാസം അർപ്പിച്ച ഈ പറയുന്ന വിജിലൻസ് DGP അല്ലെങ്കിൽ ഡയറക്ടർ എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു മന്ദഗതി എന്ന് താങ്കൾക്ക് അങ്ങനെ തോന്നണമെങ്കിൽ അതൊരു ന്യായീകരണം താങ്കളുടെ ഭാഗത്തുണ്ടാകുമല്ലോ. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ കൃത്യ വെരിഫിക്കേഷൻ 42 ദിവസം കഴിഞ്ഞ് റിപ്പോർട്ട് കൊടുക്കണ്ടേ? ആ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ FIR ഇടണ്ടേ? FIR ഇട്ടിട്ടുണ്ട്. ആ FIRന്റെ പിന്നെ അന്വേഷണം നടത്തി സുപ്രീം കോടതി റൂളിംഗ് അനുസരിച്ചാണ് എത്ര ദിവസം കൊണ്ട് കൊടുക്കേണ്ടതാ? ഹൈക്കോടതി ഇടപെടൽ എത്ര പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്? എന്നിട്ടൊന്ന് റിപ്പോർട്ട് കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ട് തട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത് യാതൊരു സംശയമില്ല. ഈ ബാർ കേസിലെ പ്രതികളെ രക്ഷിക്കണമെന്ന് വളരെ ശക്തമായി ആക്കിയിരിക്കുന്ന വിഭാഗമുണ്ട്. എനിക്ക് ആദ്യം ഒരു സംശയം, മുഖ്യമന്ത്രിയും ഈ കക്ഷികളുമായിട്ട് വല്ല അഡ്ജസ്റ്റ്മെന്റ് ആണ്. പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് മുഖ്യമന്ത്രി അതിൽ വളരെ നിഷ്പക്ഷമായ നിലപാടാണ്. ഒരിക്കലും വിജിലൻസ് കേസ് ഇടപെട്ടിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ അതുകൊണ്ടാണ് നോക്കിയിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആദ്യം മുഖ്യമന്ത്രി പിണറായി സഖാവിനെ ഞാൻ സംശയിച്ചായിരുന്നു, ഇത് മനഃപൂർവ്വം ഒളിച്ചുകളിയാണോ, ഇത് LDP UDA കൂടെ ഒരു ഒളിച്ചുകളി ഉണ്ടല്ലോ,
നമ്മുടെ എല്ലാ കാര്യത്തിലും. അത് ഈ കാര്യത്തിലും വന്നെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്ക് 100% ബോധ്യമായി പിണറായി മാറി നിൽക്കുകയാണ്. പിണറായി അതിനകത്ത് കക്ഷിയല്ല. ഇപ്പൊ വിജിലൻസിന്റെ വന്നിരിക്കുന്ന എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ, എന്റെ എയിമുണ്ട്, ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അത് ആ റിപ്പോർട്ട് താമസിക്കാതെ വരുമെന്ന് ഞാൻ കരുതാ. വന്നു കഴിയുമ്പോ ഞാൻ പറയാം. അല്ലെങ്കിൽ ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. എനിക്ക് പല സംശയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ 2 ആഴ്ച മുമ്പ് നമ്മുടെ വിജിലൻസ് ഡയറക്ടറെ പറ്റി അല്പം കടുപ്പിച്ച് എതിർത്ത് പറഞ്ഞു. അത്രയോടെ ഞാൻ നിർത്തിയിരിക്കുകയാണ്. ഇനി അതുകൂടെ പരിശോധിക്കട്ടെ, പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വർത്തമാനം പറയും. അതായത് PC ഈ കേസില് അന്തർലീനമായിരിക്കുന്ന നിഗൂഢതകൾ, ആ നിഗൂഢതകൾ ഒന്നുമേ വന്നിട്ടില്ല, ഒന്നുമേ പുറത്തേക്ക് വന്നിട്ടില്ല എന്നാണ് താങ്കൾ ഇപ്പോഴും പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. വളരെ വ്യക്തമായിട്ട് ഈ ബാർ കോഴ സംബന്ധിച്ച് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. എന്നെ പോലീസ് വിസ്തരിച്ചു. പോലീസ് വിസ്തരിക്കാൻ വന്നപ്പോൾ വളരെ വിശദമായി ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ നിമിഷം വരെ, ഇപ്പൊ നമ്മൾ സംസാരിക്കും, ഈ നിമിഷം വരെ എന്റെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് പോലും ഒരു ഉദ്യോഗസ്ഥനും എന്നോട് ചോദിച്ചിട്ടില്ല. പിന്നെ എന്ത് കൊണ്ടോ അന്വേഷിക്കുന്ന ഇവര്? ഞാനൊരു ജനപ്രതിനിധിയല്ലേ. ഞാൻ ഉത്തരവാദിത്തോട് സത്യം ചെയ്ത് ബോധിപ്പിച്ച സത്യവാങ്മൂലത്തെ പറ്റി മിണ്ടാതിരിക്കാൻ കാരണം എന്താ? ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. വളരെ വ്യക്തമായി തീയതി വെച്ച് എന്റെ ഡയറി എടുത്താൽ പോരെ? ഞാൻ പറഞ്ഞത് ശരിയാണെന്നറിയാൻ. അത് ഇപ്പൊ എഴുതിയാൽ പുതുതായിട്ട് എഴുതി ചേർക്കാൻ പറ്റുമോ? പഴയ എഴുത്തല്ലേ. അത് തന്നെയല്ല, ഞാനൊന്ന് ചീവിപ്പായിരുന്ന ഒരാളത്തെ കാര്യമാണ്. അന്ന് ഞാൻ എവിടെ ആയിരുന്നു പോലീസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. എന്റെ മൊബൈൽ ഫോണിൽ എപ്പോ വേണേ അവർക്ക് എടുക്കാമെന്ന് നോക്കാമല്ലോ. അവർ മൊബൈൽ ടവറില്ലേ. അപ്പൊ അവരിതൊന്നും അന്വേഷിക്കുന്നത് അവരുടെ ആവശ്യം ഇതൊന്നുമല്ല. ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോയി അതിനെ കക്ഷികളെയൊക്കെ രക്ഷിക്കണം. അതായത് PC യെ പോലും ശരിയാവണ്ണം PC-യിൽ നിന്നും ഈ പറയുന്ന തെളിവുകളൊക്കെ സ്വരൂപിച്ചിരുന്നെങ്കിൽ ശങ്കർ റെഡ്ഡിയുടെ ഇടപെടലുകൾ സംബന്ധിച്ചൊക്കെ ബോധ്യമായ തലങ്ങളിലേക്കുള്ള കാര്യങ്ങൾ എത്തുമായിരുന്നു. എന്താ സംശയം? അത് തന്നെയാണ് എന്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞു, ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ ശരിയാണെന്ന് നിങ്ങൾ വിളിച്ച് അന്വേഷിക്കാൻ മര്യാദ കാണിക്കണ്ടേ അന്വേഷണ ഉദ്യോഗസ്ഥർ? ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. അപ്പൊ കേസ് എന്തായിരിക്കാനാ പോകുന്നത്? അതായത് സംശയം വരട്ടെ, വെയിറ്റ് നോക്കിയിരിക്കാൻ. നമുക്ക് അങ്ങനെ വിടുമെന്ന് കരുതണ്ട. ഇത് ഇനി രാജ്യത്ത് കോടതിയൊക്കെ ഉണ്ട്. അത് തന്നെയല്ലെന്ന് ഇനിയും അങ്ങനെ ഇങ്ങോട്ട് കേസ് ഇല്ലാതാവുന്നത് ഞാൻ കരുതുന്നില്ല. ഉദ്യോഗസ്ഥന്മാർ നോക്കിയാൽ മുഴുവൻ തെളിച്ചു വെച്ച് കളയാം എന്ന് വിചാരിച്ചു. കണ്ടില്ലേ, IAS 2 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന IAS ഉദ്യോഗസ്ഥന് കൈക്കൂലി മേടിക്കാൻ അവസരം കൊടുത്തില്ലേ സമരം ചെയ്യുന്നു. ഇത് കേരളമാണോ? എന്തൊരു രാജ്യമായി ഇത്? നാണമാകുന്നുണ്ട് സത്യത്തില്. അതുകൊണ്ട് ഈ സുകേശന്റെ ആരോപണം ഗൗരവതരമായി ഇപ്പോൾ നിൽക്കുകയാണോ? കാരണം അന്നൊക്കെ താങ്കളൊക്കെ ആരോപിച്ചതിന്റെ അടിവരയിട്ട അല്ലെങ്കിൽ ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണോ? കാരണം ഒരു ഉദ്യോഗസ്ഥൻ നൽകിയ, അതും അന്വേഷണ ഉദ്യോഗസ്ഥനെ, അതായത് കൺസേൺ ഉദ്യോഗസ്ഥൻ നൽകിയ റിപ്പോർട്ടിന് വിരുദ്ധമായ ഒരു ഇടപെടൽ വരുന്നുണ്ടെങ്കിൽ അതാണ് വിജിലൻസിനെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കൂട്ടിലടച്ചിട്ടുവോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആ കാലഘട്ടങ്ങളിൽ നമ്മൾ ചോദിച്ചത്. അതുകൊണ്ട് ഇന്നിപ്പോൾ ആ ആരോപണങ്ങൾ കൂടുതൽ ശക്തി പകരുകയല്ലേ PC? 100% പറഞ്ഞതൊക്കെ ശരിയാണ്. എന്റെ അഭിപ്രായം അത് തന്നെയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. റിപ്പോർട്ട് വരട്ടെ, അവസാനം നിലയാവട്ടെ. അപ്പൊ ബാക്കി PC ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ഇപ്പോൾ ജോസഫ് വാഴക്കൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ജോസഫ് വാഴക്കൻ, അന്ന് ഈ UDF സർക്കാരിന്റെ കാലത്ത് ഉയർന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലേക്ക് സുകേശിന്റെ റിപ്പോർട്ട് പോകുന്നു. അതായത് ശങ്കർ റെഡ്ഡി ഇടപെട്ടു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എങ്ങനെയാണ് ജോസഫ് വാഴക്കൻ ഇന്നത്തെ സാഹചര്യങ്ങൾ നോക്കിക്കാണുന്നത് താങ്കൾ? വളരെ നീതിമാന്മാരായ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചിട്ടല്ലേ ഇന്ന് രാവിലെ ഈ ശങ്കർ റെഡ്ഡിക്കെതിരായിട്ട് പറഞ്ഞിട്ടുള്ള ഈ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നും അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തുകൊണ്ട് ഇന്ന് വിജിലൻസ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. ഈ സുകേശന് ഈ ചോർത്തി കൊടുക്കലിന് ഒരാളാണ് പണ്ട് തന്നെ. അത് പണ്ട് ശ്രീ KM മാണിയുടെ കേസ് വരുന്ന സമയം മുതൽ അദ്ദേഹത്തിന് മീഡിയകളിൽ ചോർത്തി കൊടുക്കുന്ന ഒരു പ്രത്യേക വിനോദമായൊക്കെ എടുത്തിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് ആദ്യമേ ശ്രീ ശങ്കർ റെഡ്ഡിക്ക് കൊടുത്താലും ശ്രീ ജോസഫ് വാഴക്കൻ മെറിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. മെറിറ്റ് ചോർത്തി മാധ്യമങ്ങൾ നൽകുന്നതും ഒക്കെ ഒരു അന്വേഷണ ഏജൻസിയൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെയൊക്കെ ഭാഗമാണല്ലോ അവർ. അതിനപ്പുറത്തേക്ക് താങ്കൾ പറയുന്നത് പോലെ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുക എന്ന് പറഞ്ഞാലും ഇതിന്റെയൊക്കെ ശക്തമായ തെളിവുകൾ, ശാസ്ത്രീയമായ വശങ്ങൾ, ഒന്നുമേ ടച്ച് ചെയ്യാതെ പോകുന്നത്, അതാണ് ഇതിലെ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജേക്കബ് തോമസ് ആയിരിക്കും ഇത്തവണ അട്ടിമറിച്ചിരിക്കുന്നത്. ഇത്തവണ ഇപ്പൊ അന്വേഷണം നടത്തിയിരിക്കുന്നത് ശങ്കർ റെഡ്ഡി അല്ലല്ലോ. ഇപ്പം രണ്ടാമത് അന്വേഷിച്ചിട്ട് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുന്നത് ജേക്കബ് തോമസിന്റെ നേതൃത്വത്തിൽ. അതായത് ശ്രീ ജോസഫ് വാഴക്കൻ, അതായത് ഈ സുകേശന്റെ ഇടപെടൽ സംബന്ധിച്ച് അദ്ദേഹം എന്താ പറയുക, ഗൂഢാലോചന നടത്തുകയാണെന്ന തരത്തിലേക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി. അതിലെന്താണ് കണ്ടെത്തിയത്? അതിനകത്ത് ഗൂഢാലോചന നടത്തി എന്നുള്ളത് അല്ലല്ല നടത്തി എന്നുള്ള റിപ്പോർട്ടാ വന്നത്.
അന്ന് ഗൂഢാലോചന നടത്തി എന്ന് പറയുന്ന റിപ്പോർട്ടാണ്. അന്ന് സുകേഷിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് വീണ്ടും ഈ ശങ്കർ റെഡ്ഡിക്കെതിരെ അന്വേഷണം കൊണ്ടുവന്നത്. അതിന്മേലാണ് ഇപ്പൊ ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇത് എനിക്ക് സംശയം ഈ സുകേശൻ പണ്ട് ചോർത്തിയതാണോ, പണ്ട് ഇതുപോലെ ഒന്ന് ചോർത്തിയായിരുന്നു, എന്റെ റിപ്പോർട്ടല്ല കൊടുത്തതെന്നും പറഞ്ഞിട്ട് ചോർത്തൽ ചോർത്തിയായിരുന്നു. ഇപ്പൊ അതിനുശേഷം വീണ്ടും അന്വേഷിച്ചു. ഇപ്പൊ രണ്ടാമത് ഇന്നിപ്പോ ക്ലീൻ ചിറ്റ് കൊടുത്തപ്പോ ഇന്നും ചോർത്തിയതാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അതല്ല പഴയ താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? പി സി ജോർജ്, ഞാനുണ്ട്. എന്താണ് ഈ കേട്ടോ, ഞാനിപ്പോ വാഴയ്ക്കനോട് തർക്കത്തിനൊന്നുമില്ല. ഞാൻ എന്റെ ഒരു സുഹൃത്താണ്. വാഴയ്ക്കൻ അറിയാതെ ഇതിനകത്ത് നടന്നത് എന്താന്ന്? വാഴയ്ക്കന്റെ മനസാക്ഷിയുടെ വാഴയ്ക്കൻ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് വാഴയ്ക്കൻ പറയാവോ ഈ അഴിമതി കേസിൽ ഒരുപാട് മാന്യന്മാരാണെന്ന് പറയാവോ നമ്മുടെ മന്ത്രിമാര്? ഈ ചാരക്കേസിലും ക്ഷമിക്കുന്ന ഈ മദ്യക്കേസിൽ യാതൊരു തർക്കവും ഇല്ല. ഇതിനകത്ത് പറയപ്പെട്ടിരുന്ന 2-3 പ്രതികളാണെന്ന്, മന്ത്രിമാർ പ്രതികളാണെന്ന് വാഴയ്ക്കനും അറിയാം, എനിക്കും അറിയാം. പിന്നെ വാഴയ്ക്കൻ UDFന്റെ വക്താവെന്ന നിലയിൽ ഇങ്ങനെ സംസാരിക്കാൻ ബാധ്യസ്ഥനാണ്. എനിക്ക് അദ്ദേഹത്തോട് പിണക്കമില്ല. അല്ലെ പിന്നെ UDF എന്നും പറഞ്ഞ് അദ്ദേഹത്തിനൊക്കെ തുടരാൻ കഴിയും. അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവാണ്. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ കഴിയൂ. പക്ഷെ നമുക്കും കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം, ഈ പറയപ്പെടുന്ന മന്ത്രിമാർ മുഴുവൻ ഇത് പ്രതികളാണ്. ബാർ കേസിൽ പ്രതികളല്ലാത്ത വളരെ ചുരുക്കം പേരേ ഉള്ളൂ. വലിയ കച്ചവടമാണ്, കോടികളുടെ കച്ചവടമാണ് അവിടെ നടന്നത്. 15 കോടി ആദ്യത്തെ ഇടപാട്, പിന്നീട് ഒരു 2 കോടി 17, അങ്ങനെ എത്ര കോടി രൂപയുടെ കച്ചവടം നടന്നിട്ടുണ്ട്. ഇതൊന്നും പിടിക്കാതെ അങ്ങ് പൊക്കളയാം എന്നൊക്കെ വിചാരിച്ചാൽ ശരിയാകേല. ഒരു കാര്യം ഞാൻ പറയാം, തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ആ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ പോകും ഇതിനൊക്കെ പിടിക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കും വിശ്വസിക്കുന്ന ആളാണ്. അതിനുവേണ്ടി ജീവകാലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഞാൻ. എനിക്ക് എല്ലാ മുന്നോട്ടും ബഹുമാനവും ഉള്ളു, എല്ലാവരുടെയും സ്നേഹമുള്ളു. പക്ഷേ ഈ കോട്ടയം കൊള്ളുവെപ്പ് അവസാനിപ്പിക്കണം. യാതൊരു കാരണവശാലും കൈക്കൂലിക്കാരന്മാർ അകത്തിരിക്കരുത്. ഒരു മന്ത്രി പോലും കാണാനാണെങ്കിൽ ഒരു ഒറ്റ മന്ത്രിയെ ശിക്ഷിച്ചാൽ മതി, നന്നാവും ഇതെല്ലാം കൂടെ. ഇതാണ് എന്റെ ഉറച്ച അഭിപ്രായം. ശ്രീ വാഴക്കൻ ദയവായി തുടരുക. ഇപ്പോൾ പായ്ച്ചൽ നവാസ് ഹർജിക്കാരൻ നമ്മോടൊപ്പം തത്സമയം ചേരുന്നു. ശ്രീ പായ്ച്ചൽ നവാസ്, ഇക്കാര്യത്തിൽ എന്താണ് ഈ പറയുന്ന സുകേശന്റെ വെളിപ്പെടുത്തലുകൾ? അതിൽ നിർണായകമായേക്കാവുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ടോ? അതോ ഈ നമ്മളൊക്കെ ആരോപിച്ചതുപോലെ അപ്പുറത്തേക്ക് യാഥാർത്ഥ്യങ്ങൾ? കാരണം ശങ്കർ റെഡ്ഡിക്കെതിരെ വളരെ നിർണായകമായ തെളിവുകൾ ബോധ്യപ്പെടാവുന്ന തരത്തിലേക്കൊക്കെ നോക്കിയിട്ടും അതൊക്കെ ശരിവെക്കുന്ന പല തലങ്ങളും ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് വരുമ്പോൾ എന്താണ് ഇന്ന് സുകേശന്റെ വെളിപ്പെടുത്തലിലൂടെ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്? ബഹുമാനപ്പെട്ട, ഞാനും ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. ബഹുമാനപ്പെട്ട ജോസഫ് വാഴക്കൻ സാറ് ഒരു കാര്യം ആലോചിക്കുക. 5400ഓളം പേജ് വരുന്ന കേസ് ഡയറി ബഹുമാനപ്പെട്ട തിരുവനന്തപുരം വിജിലൻസിൻ്റെ പ്രത്യേക കോടതി ജഡ്ജ് ബദറുദ്ദീൻ സാർ പരിശോധിച്ചതിന് ശേഷമാണ് ആ കേസ് ഡയറിയിൽ വെട്ടിത്തിരുത്തലുകൾ ഉണ്ട് എന്നും കൂട്ടിച്ചേർക്കലുകൾ ഉണ്ട് എന്നും പൂർണ്ണമായും ബോധ്യമായതുകൊണ്ടാണ് കോടതി ഒരു പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. ഈ കോടതി പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടതിന് ശേഷം വിജിലൻസ് ഡയറക്ടർ കൊടുത്ത ഉത്തരവിൻ്റെ പകർപ്പ് കൈപ്പറ്റാൻ ഇവിടെ പല DYSPമാരും പല SP-മാരും പേടിച്ചു. കാരണം എന്താ? ഇതാർക്കെതിരെ അന്വേഷണം? കേവലം വിജിലൻസിൻ്റെ ഒരു SIക്കെതിരെയല്ല, കേവലം ഒരു സർക്കിൾ ഇൻസ്പെക്ടർക്കെതിരെയല്ല. ഇത് നടക്കാൻ പോകുന്ന അന്വേഷണം കേരളത്തിൻ്റെ വിജിലൻസ് ഡയറക്ടറായിരുന്ന ശങ്കർ റെഡ്ഡി എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥനെതിരെയാണ്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ ഉത്തരവ് കൈപ്പറ്റാൻ പോലും പലരും ഭയപ്പെട്ടു. പിന്നെ ഈ കൊടുത്തിരിക്കുന്ന കൊല്ലം സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ഒരു കേവലം സർക്കിൾ ഇൻസ്പെക്ടറായ ജ്യോതികുമാർ സാർ അന്വേഷിച്ചതിൽ 7ഓളം പേരുടെ മൊഴി എടുത്തിട്ടുണ്ട്. ഈ 7ഓളം പേരുടെ മൊഴിയിൽ വളരെ സുപ്രധാനമായ മൊഴി എന്ന് പറയുന്നത് 4 അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മൊഴിയാണ്. അത് പായ്ച്ചൽ നവാസിൻ്റെയോ കൈരളി ചാനലിൻ്റെയോ ആരുടെയും മൊഴിയല്ല, സുകേശൻ സാറിൻ്റെ മൊഴിയാണ്. ആ മൊഴി സാധൂകരിച്ചുകൊണ്ടാണ് വേറെ 4 പേരും മൊഴി പറഞ്ഞിരിക്കുന്നത്. ഉണ്ണിരാജ എന്ന് പറയുന്ന DYSP ഉൾപ്പെടെയുള്ള 4 അന്വേഷണ ഉദ്യോഗസ്ഥരും മൊഴി പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ കോടതിയുടെ കണ്ടെത്തലോ ക്ലീൻ ചിറ്റ് കൊടുത്തതോ ഒന്നുമല്ല. ഈ റിപ്പോർട്ടിൽ അവസാനം എല്ലാ മൊഴികളും, ഈ 4 ഉദ്യോഗസ്ഥർ കൊടുത്തിരിക്കുന്ന മൊഴിയും ശങ്കർ റെഡ്ഡി സാർ വ്യക്തമായിട്ട് ഇതിൽ ഇടപെട്ടു. അന്വേഷിക്കാൻ സമയം അനുവദിച്ചില്ല, ഞങ്ങളെ രാത്രി വീട്ടിൽ വിളിച്ചു. ഇതെല്ലാം ഈ കൊടുത്തിരിക്കുന്ന മൊഴിയിൽ പറയുന്ന കാര്യങ്ങളാണ്. 75ഓളം പേജ് വരുന്ന മൊഴി മാത്രമുണ്ട്. 75ഓളം പേജ് വരുന്ന മൊഴിയിൽ 4 ഉദ്യോഗസ്ഥന്മാരുടെ മൊഴിയാണ് ഈ കാണുന്നത്.
അല്ലാതെ ഇതൊരു ക്ലീൻ ചീറ്റായി പറയാൻ പറ്റില്ല. അവസാനം ഞാൻ എന്റെ മൊഴിയെടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു 5 പേരുടെ സാക്ഷി വിസ്താരം നടത്തണം. അതിൽ ബഹുമാനപ്പെട്ട PC ജോർജ് സാറിന്റെ പേര് പറഞ്ഞു, ആന്റണി രാജു സാറിന്റെ പേര് പറഞ്ഞു. ഇവരാരുടെയാ പേരെടുത്തത്? കോട്ടയം കല്യാണത്തിന്റെ കേസ് കൊടുത്തത് ഞാൻ തന്നെയാണ് KM മാണിക്കെതിരെ. 15ഓളം വരുന്ന കേരള കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കന്മാരുടെ മൊഴി മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കൊടുത്ത സാക്ഷി മൊഴി എടുത്തിട്ടില്ല. പരാതിയിൽ പറയുന്ന ഒരു സാക്ഷി മൊഴി എടുത്തിട്ടില്ല. ശ്രീ ജോസഫ് വാഴക്കൻ, ഇടപെടലുകളൊക്കെ നടന്നിട്ടുണ്ട്. കാരണം അത് സമ്മതിക്കാൻ കഴിയാത്തത് താങ്കളുടെ ഒക്കെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള പദവി കൊണ്ട് ഒരു പക്ഷേ താങ്കൾ. ഞാനേ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഇപ്പോഴും ഈ അന്വേഷിച്ച് ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ശങ്കർ റെഡ്ഡി അല്ലല്ലോ, ജേക്കബ് തോമസ് അല്ലേ ഇപ്പൊ കൊടുത്തത്? ഇപ്പോ ഇന്ന് രാവിലെ കൊടുത്തിരിക്കുന്നത്. ജോസഫ് വാഴക്കൻ സാർ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ജേക്കബ് തോമസ് എന്ന് പറയുന്ന ഡയറക്ടർ കണ്ടിട്ടില്ല. 12-ാം തീയതി ഇന്നലെ രാത്രി 12-ാം തീയതി വൈകിട്ട് 5 മണിക്കാണ് ഈ റിപ്പോർട്ട് പൂർണ്ണമാകുന്നത്. ഈ റിപ്പോർട്ട് പൂർണ്ണമായതിനു ശേഷം ജേക്കബ് തോമസ് സാർ കണ്ടിട്ടില്ല. ഈ റിപ്പോർട്ട് 12/1/17 പൂർത്തിയാക്കി ഇന്നലെ വൈകുന്നേരം അവിടെ നിന്ന് കൊല്ലത്തുനിന്ന് തിരിച്ച് ഇന്ന് രാവിലെ 9:30 മണിക്കാണ് ഇത് ബഹുമാനപ്പെട്ട കോടതിയിൽ നേരിട്ടാണ് ഈ ജ്യോതികുമാർ സാർ എത്തിക്കുന്നത്. അല്ലാതെ ഇത് വിജിലൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയിട്ടില്ല. ഇത് വിജിലൻസിന്റെ ഒരു SP കണ്ടിട്ടില്ല. ഇത് വിജിലൻസിന്റെ ഡയറക്ടർ കണ്ടിട്ടില്ല. ഇത് കേവലം ഡെപ്യൂട്ടി സൂപ്രണ്ട് അജി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനും ജ്യോതികുമാർ എന്ന് പറയുന്ന രണ്ട് ഉദ്യോഗസ്ഥന്മാരാണ് ഈ കേസ് അട്ടിമറിച്ചത്. ഇത് അട്ടിമറിച്ചതല്ല. അവസാനം കൺക്ലൂഷനിൽ പറഞ്ഞേക്കുന്ന എന്താണ്? കൺക്ലൂഷൻ മാത്രം. അത് മാത്രമാണ് ഇവിടെ ക്ലീൻ ചീറ്റ് എന്ന് പറയുന്നത്. കൺക്ലൂഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ശ്രീ ജോസഫ് വാഴക്കൻ, അത് ഞാൻ ചോദിക്കട്ടെ, ഞാനിത് അത്ഭുതത്തോടെ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. ഈ വിജിലൻസിലെ ഓരോ ഉദ്യോഗസ്ഥന്മാർ എത്ര മണിക്ക് പുറപ്പെട്ടു, എത്ര മണിക്ക് റിപ്പോർട്ട് എഴുതി, ഇത് ജേക്കബ് തോമസ് കണ്ടില്ല. അപ്പൊ ജേക്കബ് തോമസ് ഇദ്ദേഹമായിട്ട് ഈ പാഴ്ചറയായിട്ട് വല്ല ബന്ധമുണ്ട്? ഇവർ തമ്മിൽ സംസാരിക്കുകയല്ല ചെയ്തത്. എന്നെ കാണിച്ചില്ല, ഞാൻ അറിയാതെയാണ് കൊടുക്കുന്നത്. വിജിലൻസിന്റെ ഡയറക്ടർ, ഞാൻ ചോദിക്കട്ടെ, വിജിലൻസിന്റെ ഡയറക്ടർ, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. വിജിലൻസിന്റെ ഡയറക്ടർ അറിയാതെ ഡയറക്ടറുടെ അനുമതിയോടുകൂടി തന്നെയാണ് കോടതികളിലേക്ക് എപ്പോഴും റിപ്പോർട്ടുകൾ കൊടുക്കുന്നത്. അതാണ് വിജിലൻസ് അറിയാതെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെ എവിടെയാണ് നേരിട്ട് കൊടുക്കുന്നത്. വിജിലൻസ് ഡയറക്ടറുടെ അനുമതിയോട്, അതാണ് വിജിലൻസിന്റെ സംവിധാനം. അതുകൊണ്ടാണ് പണ്ട് ശങ്കർ റെഡ്ഡിയുടെ ഒക്കെ അടുത്ത് വന്നിട്ടുള്ളത്. അവരുടെ അടുത്ത് വന്ന് അവർ മുഖേന അവർ ഇത് നോക്കി അതിനകത്ത് എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ തെറ്റുകളെ കുറിച്ചും അതിനകത്ത് നിയമപരമായി നിൽക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുമാണ് ഫൈനൽ റിപ്പോർട്ട് വരുന്നത്. അല്ലാതെ സാധാരണ പോലീസിന്റെ അന്വേഷണം പോലെ അല്ല വിജിലൻസിന്റെ അന്വേഷണം. വിജിലൻസിന്റെ എൻറ്റയർലി ഡിഫറന്റ് ആണ് വിജിലൻസിന്റെ അന്വേഷണ രീതി. അതുകൊണ്ട് പോലീസ് അന്വേഷണം തമ്മിൽ നമ്മൾ പലപ്പോഴും കൂട്ടിക്കുഴയ്ക്കുന്നത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും അബദ്ധങ്ങൾ പറ്റുന്നത്. അതുകൊണ്ട് വിജിലൻസ് ഡയറക്ടർ അറിയാതെയാണ് ഇത് കൊടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. വിജിലൻസ് ഡയറക്ടർ ശ്രീ ജോസഫ് വാഴക്കൻ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പണ്ടും നമ്മൾ പരിശോധിച്ച അല്ലെങ്കിൽ ഘടകങ്ങൾ, പക്ഷേ അതിനപ്പുറത്തേക്ക് ഇന്ന് എത്തുമ്പോൾ താങ്കൾ സൂചിപ്പിക്കുന്ന ഇത്തരത്തിലൊരു വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടുമ്പോഴും ഈ പറയുന്ന സുകേശൻ പറയുന്ന ഘടകങ്ങൾക്കൊരു പ്രസക്തിയില്ലേ ശ്രീ ജോസഫ് വാഴക്കൻ? ഈ സുകേശൻ ഏത് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും പറഞ്ഞു. സുകേശനാണ് ആദ്യം റിപ്പോർട്ട് കൊണ്ടുപോയി കൊടുത്തത്. KM മാണിയുടെ കാര്യത്തിൽ എനിക്കറിയത്തില്ല KM മാണി അഴിവ് നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ അതിന്റെ വക്കാലത്തും ഇല്ല എനിക്ക്. എങ്കിലും ഞാൻ ഈ സുകേശന്റെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. സുകേശൻ ആദ്യം ഇതിന് അനുകൂലമായ റിപ്പോർട്ട് കൊടുത്തു, മാണിക്ക് അനുകൂലമായി. പിന്നെ ആ സുകേശൻ തിരിച്ച് റിപ്പോർട്ട് വന്നപ്പോഴത്തേക്കും സുകേശൻ പറയുന്നു അത് വേറെ ചോർത്തി കൊടുക്കുന്നു, വേറെ രഹസ്യ സംഭാഷണത്തിലൂടെ പുറത്തു വരുന്നു. ഈ രീതിയിൽ എന്തിനാ സുകേശൻ ഈ കാണാമറയത്ത് നിന്ന് കളിക്കുന്നത്? നേരിട്ട് പറയട്ടെ, ഒന്നെങ്കിൽ പിന്നെ ഇന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് കാണാമറയത്ത് നിൽക്കുക. ഇന്നിപ്പോൾ സാഹിത്യ നവാസാണ്. ശ്രീ ജോസഫ് വാഴക്കന്റെ ശ്രീ പാഴ്ചന് അവസാനമായി, കാരണം ശ്രീ ജോസഫ് വാഴക്കൻ അങ്ങനെ ഉറച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് മറുപടി അവസാനം. സുകേശൻ കാണാമറയത്ത് പ്രവർത്തിച്ചത് കൊണ്ടാണോ കഴിഞ്ഞ 2016 ഓഗസ്റ്റ് മാസം ബഹുമാനപ്പെട്ട തിരുവനന്തപുരം കോടതിയിൽ പരസ്യമായി കുറ്റസമ്മതം മൊഴി കൊടുത്തത്? കാണാമറയത്താണോ സുകേശൻ സാർ പ്രവർത്തിക്കുന്നത്? സുകേശൻ സാറിനെ ഇവർ കാണാമറയത്താക്കിയതാ. ഇവരുടെ ഭരണ സമയത്ത്, എൻ്റെ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന സമയത്ത് ഈ ജോസഫ് വാഴക്കൻ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ കാണാമറയത്ത് നിർത്തിയതാണ്. കാണാമറയത്തല്ല നിർത്തിയത്, അന്തസ്സായിട്ട് അഭിമാനമായിട്ട് നട്ടലോടുകൂടി അദ്ദേഹം സുകേശൻ സാർ കോടതിയിലാണ് ഈ കേസ്. തീർച്ചയായും എന്തായാലും ഇനി നെല്ലും പതിരും ഒക്കെ തിരിയേണ്ട കോടതികളിലേക്ക് കാര്യങ്ങൾ കൂടുതൽ പോകുന്നു, നിയമതലത്തിലേക്ക് പോകുന്നു. സുകേശൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ശങ്കർ റെഡ്ഡി ഈ കേസിൽ ഇടപെട്ടു, അട്ടിമറി കേസിൽ ശങ്കർ റെഡ്ഡിക്കെതിരെ കേസെടുക്കാൻ തെളിവില്ലെന്ന് കേസ് അദ്ദേഹം ഇടപെട്ടു എന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിലായി വരുന്നത്. ജീവനിലേക്ക് ഒക്കെ മടങ്ങിയെത്താം.